ഉത്തമഗീതം അദ്ധ്യായം 8. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. എൻ്റെ അമ്മയുടെ സ്തന്യപാനം ചെയ്ത സഹോദരനായി നിന്നെ എനിക്ക് ആര് തരും? ഞാൻ നിന്നെ തെരുവിൽ വച്ച് കണ്ട് ചുംബിച്ചാലും ആരും എന്നെ കുറ്റപ്പെടുത്തുകയില്ലായിരുന്നു. ഞാൻ നിന്നെ എൻ്റെ മാതൃഭവനത്തിലേക്ക്, എൻ്റെ ജനനിയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രവേശിപ്പിക്കുമായിരുന്നു. എൻ്റെ സുഗന്ധമുള്ള വീഞ്ഞും മാതളത്തിൻ്റെ മധുരമുള്ള ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു. അവൻ്റെ ഇടതുകരം എൻ്റെ തലയ്ക്ക് കീഴെ വച്ചുകൊണ്ടവൻ്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. യെരൂശലേം പുത്രിമാരെ, പ്രേമത്തിന് മതിയാകുവോളം അതിനെ അനക്കരുത്, ഉണർത്തരുത് എന്ന് നിങ്ങളെ കൊണ്ട് ആണയിടുവിച്ച് അപേക്ഷിക്കുന്നു. തൻ്റെ പ്രിയൻ്റെ മേൽച്ചാരി മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഇവൾ ആർ? നാരകത്തിൻ ചുവട്ടിൽ വച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വച്ചാണല്ലോ നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചത്. അവിടെ വച്ചാണല്ലോ നിന്റെ ജനനി നിന്നെ പ്രസവിച്ചത്. എന്നെ ഒരു മുദ്രയായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രയായി നിന്റെ ഭുജത്തിന്മേലും പതിക്കണമേ. എന്തെന്നാൽ പ്രേമം മരണം പോലെ ബലവത്തും വൈരാഗ്യം പാതാളം പോലെ കഠിനവും ആകുന്നു. അതിൻ്റെ ജ്വാലകൾ അഗ്നിജാലകങ്ങളാകുന്നു. ഏറിയ വെള്ളത്തിനും പ്രേമത്തെ കെടുത്തുവാൻ കഴിയുകയില്ല. നദികൾ അതിനെ മൂടുകയില്ല. ഒരുവൻ അവൻ്റെ ഭവനത്തിലെ സർവസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും ആളുകൾ അവനെ പരിഹസിക്കും. നമുക്കൊരു കൊച്ചു സഹോദരിയുണ്ട്, അവൾക്ക് സ്തനങ്ങൾ ആയിട്ടില്ല. അവളുടെ വിവാഹനാളിൽ നമ്മുടെ സഹോദരിക്ക് വേണ്ടി നാം എന്തു ചെയ്യും? അവൾ ഒരു കോട്ടയായിരുന്നെങ്കിൽ നമുക്ക് അതിന്മേൽ ഒരു വെള്ളിത്തട്ട് പണിയാമായിരുന്നു. അവൾ ഒരു വാതിലായിരുന്നെങ്കിൽ ദേവദാരു പലകയിൽ ചിത്രപ്പണി ചെയ്യാമായിരുന്നു. ഞാൻ കോട്ടയും എൻ്റെ സ്തനങ്ങൾ ഗോപുരങ്ങളുമാകുന്നു. അന്ന് ഞാൻ അവൻ്റെ ദൃഷ്ടിയിൽ സമാധാനം കണ്ടെത്തിയവളെ പോലെ ആയിരുന്നു. ശലോമോന് ഒരു മുന്തിരിത്തോപ്പുണ്ടായിരുന്നു. അതിൽ വളരെയേറെ തൈകൾ മുളപ്പിച്ചു. എൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിൻ്റെ ഫലമായി ഓരോരുവനും 1000 പണം വീതം തന്നു. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കൈവശം തന്നെ. ശലോമോനെ, നിനക്ക് 1000-ഉം വിളവ് സൂക്ഷിപ്പുകാർക്ക് 200 വീതവും ഇരിക്കട്ടെ. തോട്ടങ്ങളിൽ ഇരിക്കുന്നവർ നിന്റെ ശബ്ദം കേൾക്കുന്നു, അത് എന്നെയും കേൾപ്പിക്കണമേ. എൻ്റെ പ്രിയനെ, നീ സുഗന്ധപർവ്വതങ്ങളിലെ ചെറിയ മാനിനും മാൻകുട്ടിക്കും തുല്യൻ തന്നെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ.